ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തിരുപ്പിറവിയുടെ മഹാസന്തോഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ തിരുപ്പിറവി ആഘോഷം നമുക്കറിയാം, മനുഷ്യാവതാരത്തിൻ്റെ 2025 ജൂബിലി വർഷത്തെ ആഘോഷമാണ്. ജൂബിലി എന്ന് പറയുമ്പോൾ തന്നെ കൊമ്പ് മുഴക്കുക, സന്തോഷാരവം ഉതിർക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ ഭൂമിക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം, മനുഷ്യവർഗം മുഴുവനും സമാധാനവും സന്തോഷവും നിറയുന്ന മനോഹരമായ ഈ ദിനത്തിൻ്റെ ആശംസകൾ ആദ്യമായി നേരുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോമിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയാണ് നമ്മൾ ശ്രവിക്കുന്നത്. മംഗളവാർത്തക്കാലത്തെ ഓരോ ഞായറാഴ്ചയും ഈ ദിവസത്തിന് വേണ്ടി ഉറ്റുനോക്കുകയായിരുന്നു. ഈശോയുടെ ജനനത്തിനൊരുക്കമായുള്ള വിവിധ സന്ദേശങ്ങൾ, അറിയിപ്പുകൾ പടിപടിയായി ഓരോരുത്തർക്കും ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ഈ അറിയിപ്പ് ലഭിക്കുന്നത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരായ, നിസ്വരായ, വോട്ടവകാശമില്ലാത്ത, പൗരാവകാശമില്ലാത്ത സാധാരണക്കാരായ ആട്ടിടയന്മാർക്കാണ്. ആട്ടിടയന്മാർക്ക് കിട്ടിയ സന്ദേശം ഇതാണ്: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പം ദൈവദൂതൻ അറിയിക്കുന്ന വാർത്തയാണ് ഇവാങ്കേലിയോൻ, സുവിശേഷം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഏഞ്ചൽ അറിയിക്കുന്ന, ദൈവദൂതൻ അറിയിക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഈ സദ്വാർത്ത ഈ ആട്ടിടയന്മാർക്ക് അറിയിക്കുന്നത് ഈശോയുടെ ജനനത്തിൻ്റെ സദ്വാർത്തയാണ് അറിയിക്കുന്നത്. ഈ സദ്വാർത്തയാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. ഈശോയുടെ ജനന തിരുനാൾ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച, ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് വേർതിരിച്ചുകൊണ്ട് ഈശോയുടെ ആ ജനന തിരുനാൾ സംഭവിച്ചു. ചരിത്രകാരനായ വിശുദ്ധ ലൂക്ക ഈശോയുടെ ജനനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈശോ എവിടെ ജനിച്ചു, ഏത് സാഹചര്യത്തിൽ ജനിച്ചു, ഇതെല്ലാം അദ്ദേഹം സൂക്ഷ്മമായി എഴുതിയിരിക്കുന്നത് ഈശോ മിശിഹ ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ചരിത്രത്തിൽ മനുഷ്യൻ്റെ ഭാഗധേയത്തിൽ പങ്കുചേരുവാനായി ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്നു. അത് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതുകൊണ്ടാണ് ഇതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് വിശുദ്ധ ലൂക്ക പറയുന്നത്, ലോകാസകലമുള്ള സകല ജനതകളുടെയും പേര് എഴുതി ചേർക്കുവാൻ അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ റോമൻ ചക്രവർത്തിയാണ് അഗസ്റ്റസ് സീസർ. അദ്ദേഹത്തിൻ്റെ പേര് ഒക്ടാവിയോസ്, ജൂലിയസ് സീസറിൻ്റെ കൊച്ചുമകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം വലിയവനായ, അഗസ്റ്റസ് എന്ന് പറഞ്ഞാൽ ആദരണീയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. മാത്രമല്ല ദൈവതുല്യനായി പരിഗണിക്കപ്പെട്ട ഒരു എംപറർ വർഷിപ്പിലേക്ക് കടന്നു വന്നൊരു കാലഘട്ടമാണ്. അദ്ദേഹത്തെ ദൈവമായി, രക്ഷകനായി കണക്കാക്കിയിരുന്നു. പാക് റൊമാനോ, അതായത് റോമിൻ്റെ ഒരു സമാധാനം, റോമിലെ പലതരത്തിലുള്ള അസ്വസ്ഥതകളും പ്രാദേശികമായ അസ്വസ്ഥതകളെല്ലാം മാറി, അരാജകത്വമെല്ലാം മാറി പ്രായണ സമാധാനം നിറഞ്ഞൊരു കാലഘട്ടമാണ്. ദീർഘമായൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭരണം നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ഈ ഭരണം ആ കാലഘട്ടത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു രാജാവെന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് വീഴുകയാണ്. യഥാർത്ഥ സമാധാന രാജാവ് ആരാണ്? യഥാർത്ഥ സമാധാന രാജാവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ലൂക്ക ഈ അഗസ്റ്റസ് സീസറിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്. ക്വിറിനോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആണ് ആദ്യത്തെ ഈ പേരെഴുത്ത് നടക്കുന്നത്. ഈ പേരെഴുതുന്നത് അവർക്ക് ടാക്സ്, ചുങ്കം പിരിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനത്തിനാണ്. യൗസേപ്പ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലിയ പട്ടണമായ നസ്സസിൽ നിന്നും യൂദയായിലെ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഏതാണ്ട് 145 കിലോമീറ്റർ ദൂരമുള്ള നഗരത്തിലേക്ക് പോവുകയാണ്. ബേത്ലഹേം, അപ്പത്തിൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന ഈ ബേത്ലഹേം 1 സാമുവേൽ 16:1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട സ്ഥലമാണ്, ദാവീദിൻ്റെ നഗരമാണ്. അപ്പം അങ്ങോട്ടാണ് യൂസഫ് ദാവീദ് വംശജനാണ്, രാജകീയ വംശജനാണ്. അതുകൊണ്ട് അവിടെ പേരെഴുതിക്കുവാൻ പോവുകയാണ്. ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടി പോവുകയാണ്. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. 7-ാം വാക്യം സുറിയാനിയിൽ ബുഖറ എന്നാണ് പറയുന്നത്. ക്രിസ്തു കുർബാന അർപ്പണത്തിൽ വിഭജന ശുശ്രൂഷയ്ക്ക് മുൻപ് കാർമികൻ അപ്പം കയ്യിലെടുത്തുകൊണ്ട് ആ അപ്പത്തെ ചുംബിക്കുന്നത് പോലെ ആ മുഖം കൊണ്ട് ഉള്ള ഒരു ആംഗ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബുഖറ കയ്യിലെടുത്തു എന്നാണ് പറയുന്നത്. ആ വാക്കതാണ്.
ബുക്ര എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ, ഈശോ മിശിഹായെ കയ്യിലെടുക്കുന്നു. അപ്പോൾ ആ കടിഞ്ഞൂൽ പുത്രന് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ട്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. മറിയത്തിൻ്റെ ഏകപുത്രനാണ്, കടിഞ്ഞൂൽ പുത്രനാണ്. അങ്ങനെ ആ പുത്രനെ പ്രസവിച്ചു. ഈശോ മിശിഹ പൂജാതനാകുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. 7-ാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തി. ഈ പിള്ളക്കച്ചകൾ എന്താണ്? പുരാതന കാലത്ത് കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായി ആ കുഞ്ഞിനെ ചുറ്റി കെട്ടിയിരുന്ന ഒരു കച്ചയാണ്. ആ പിള്ളക്കച്ചയെക്കുറിച്ചുള്ള പല സൂചനകളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ട് എസെക്കിയേലിൻ്റെ പ്രവചനത്തിൽ ഇസ്രായേൽ ജെറുസലേം തൻ്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, ജെറുസലേമിൻ്റെ ആ വലിയ മഹത്വം നഷ്ടപ്പെടുന്നു. അതിനൊരു കാരണം, നീ ജനിച്ച ദിവസം നിൻ്റെ പൂക്കൾക്കൊടി മുറിച്ചില്ല. അവിശ്വസ്തയായ ജെറുസലേമിനെക്കുറിച്ചുള്ള പ്രവാചകൻ്റെ വാക്കുകളാണ്. എസെക്കിയേൽ 16:4. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല, ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ച കൊണ്ട് പൊതിയുകയോ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ പിള്ളക്കച്ച കൊണ്ട് പൊതിയുക എന്നുള്ളത് ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. അതൊന്നും ലഭിച്ചില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പിള്ളക്കച്ച കൊണ്ട് ഞാൻ പരിചരിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഈ പിള്ളക്കച്ച പഴം തുണി എന്ന അർത്ഥത്തിൽ പലരും ഉപയോഗിക്കാറുണ്ട്. വാസ്തവത്തിൽ അതല്ല. സുറിയാനിൽ അസ്രോറെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മമാർ ഒരുക്കുന്ന പ്രത്യേക വസ്ത്രമാണ്. പരിശുദ്ധ കന്യാമറിയം ഈശോയ്ക്ക് വേണ്ടി തുന്നിയ മനോഹരമായ വസ്ത്രമാണെന്നാണ് ആ പിള്ളക്കച്ച. അതുകൊണ്ട് പൊതിഞ്ഞ് കിടത്തി. പഴയ കാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ശരീരം സ്ട്രെയിറ്റൻ ചെയ്യാൻ, നേരെ നിൽക്കുവാൻ, ആരോഗ്യം സംരക്ഷിക്കുവാനും ഒക്കെ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ ലൂക്ക ഒരു പിശകുരൻ കൂടിയാണല്ലോ. അസ്യ എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അതായത് ഹീലർ, സൗഖ്യം നൽകുന്നവൻ എന്ന വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട് സുറിയാനിയിൽ. അതായത് അതുകൊണ്ടാണ് ഈ വിശുദ്ധ ലൂക്ക ഈ പിള്ളക്കച്ചയെക്കുറിച്ച് പ്രത്യേകമായി 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. പ്രത്യേകമായ സവിശേഷമായ ആ വസ്ത്രം കൊണ്ട് ആ കുഞ്ഞിനെ സ്നേഹപൂർവ്വം പരിചരിച്ച് വലിയ ലാളനയോടുകൂടി ആ കുഞ്ഞിനെ കിടത്തിയെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. മാത്രമല്ല, സഭാപിതാക്കന്മാർ ഈ പിള്ളക്കച്ചയ്ക്ക് മറ്റൊരർത്ഥം കൂടെ കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ, അവരൊക്കെ ഈ പിള്ളക്കച്ചയെ ഉപമിക്കുന്നത് കർത്താവിൻ്റെ ശരീരം മൃതസംസ്കാരത്തിന് മുമ്പ് പൊതിയുന്ന കച്ചയുടെ ഒരു പ്രതീകമായിട്ടുകൂടെയാണ്. ഈശോയുടെ ശരീരം എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുവാനാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി ബലിയാകുവാൻ വന്ന ശരീരം, ആ ഒരു സൂചന കൂടെ ഇവിടെ എടുത്തു ചേർക്കുന്നുണ്ട്. അങ്ങനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടി ഒരു ഗുഹാ പ്രദേശമായിരുന്നു. അവിടെ കാലികൾ മേയുന്ന പുല്ലിൽ അകത്ത് അതിൽ കിടത്തിയിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാർ അപ്രൈം സുറിയാനി സഭാപിതാവ് പറയുന്നത്, മനുഷ്യന് അപ്പമാകാൻ വന്നവനാണ് ബേത്ലഹേം. അപ്പത്തിൻ്റെ ഭവനത്തിൽ മനുഷ്യന് ജീവൻ്റെ അപ്പമാകാൻ വന്നവൻ കാലികളുടെ ആ അപ്പത്തിൻ്റെ മുകളിൽ, അതായത് പുല്ലിൽ ശയിക്കുന്നു. അങ്ങനെ പ്രതീകാത്മകമായി ദൈവശാസ്ത്ര കവി വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈശോ മിശിഹായുടെ ജനനം എപ്പോഴും ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അവൻ തൻ്റെ ജനങ്ങളുടെ അടുക്കിലേക്ക്, സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, സ്വജനങ്ങൾ അവനെ സ്വീകരിച്ചില്ല, സ്വകീയർ അവനെ സ്വീകരിച്ചില്ല. സ്വീകരിച്ചവർക്കാകട്ടെ അവൻ ദൈവപുത്രനാകാനുള്ള അവകാശം നൽകി. ഇതുപോലെയാണ് സത്രത്തിൽ ഇടമില്ല. ഈശോയുടെ ഈ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാമും ചിന്തിക്കേണ്ടതാണ്, നമ്മളുടെ സത്രങ്ങളിൽ, നമ്മളുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് ഇടം കൊടുക്കുന്നുണ്ടോ? കർത്താവിന് കിടക്കുവാൻ, ശയിക്കുവാൻ, ജീവിക്കുവാൻ ഇടം നൽകാത്ത ഹൃദയങ്ങളിൽ യഥാർത്ഥ രക്ഷയുടെ, സമാധാനത്തിൻ്റെ ആ പിറവി സംഭവിക്കുകയില്ല. അതുകൊണ്ട് സത്രത്തിൽ വാതിലുകൾ കൊട്ടിയടച്ചതുപോലെ യേശോയ്ക്ക് വേണ്ടി വാതിലിൽ കൊട്ടിയടയ്ക്കുന്നവരായി മാറരുത്, കർത്താവിനെ സ്വീകരിക്കുന്നവരായി മാറണമെന്ന സന്ദേശം കൂടെ ഇവിടെ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. തുടർന്നാണ് ആട്ടിടയന്മാർക്ക് ലഭിച്ച വലിയ സന്ദേശം. വയലുകളിൽ ആടുകളെ രാത്രി കാത്തിരുന്ന ഇടയന്മാർ, അവരുടെ മുമ്പിൽ കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്നാണ്.
ഷെഖീന, കർത്താവിൻ്റെ വലിയ മഹത്വം, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ പ്രകാശിച്ചു. രാത്രിയിൽ പ്രകാശിക്കുന്ന വലിയ ഈ പ്രകാശം. അങ്ങനെ ഈ പ്രകാശത്തിൻ്റെ തിരുനാളായി ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഔറേലിയസ് ചക്രവർത്തി 274 അജയ്യ സൂര്യൻ്റെ തിരുനാൾ എന്ന രീതിയിൽ റോമിൽ ആഘോഷിച്ചിരുന്ന ഒരു തിരുനാൾ, മിത്രദേവൻ്റെ ജന്മത്തിരുന്നാൾ എന്ന രീതിയിലായിരുന്നു ആഘോഷിച്ചിരുന്നത്. പക്ഷേ ക്രൈസ്തവർ പിന്നീട് പോപ്പ് ജൂലിയസ് 350 മുതൽ ഈ ഒരു തിരുനാളിനെ അതിജീവിക്കുവാൻ വേണ്ടി യഥാർത്ഥ സൂര്യൻ, നീതിസൂര്യനായ ഈശോ മിശിഹ, ആ സൂര്യൻ്റെ ജന്മത്തിൻ്റെ തിരുനാളായിട്ട് ഡിസംബർ 25 ആഘോഷിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ ആ വലിയ പ്രകാശം, യഥാർത്ഥ പ്രകാശം, സൂര്യൻ്റെ പ്രകാശവുമല്ല, മിത്രദേവൻ്റെ പ്രകാശവുമല്ല, യഥാർത്ഥ പ്രകാശം, പ്രകാശങ്ങളുടെ പ്രകാശമായ കിഴക്ക് നിന്ന് ഉദിക്കുന്ന യഥാർത്ഥ പ്രകാശം നീതിസൂര്യനായ ഈശോ മിശിഹായുടെ പ്രകാശമാണ്. ആ ദൈവിക മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു എന്നാണ്. അപ്പോൾ അത് വളരെയധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത ലഭിച്ചത് ആർക്കാണ്? രാജകൊട്ടാരങ്ങളിലല്ല, ഫരിസേയരുടെയും നിയമജന്മാരുടെയും ഭവനങ്ങളിലല്ല, മഹാപുരോഹിതൻ്റെ കോട്ടകൊത്തളങ്ങളിലോ ഒന്നുമല്ല, ജെറുസലേം ദേവാലയത്തിലല്ല, മറിച്ച് പതിതരും പാവപ്പെട്ടവരുമായ അവഗണിക്കപ്പെട്ടവരായ ആട്ടിടയന്മാരാണ്. ആട്ടിടയന്മാരെ ഒരിക്കലും അവരുടെ ദേവാലയത്തിൽ പോലും കയറ്റിയിരുന്നില്ല. അവരിങ്ങനെ നാടോടികളായി ആടിനെത്തിയിട്ട് നടക്കുന്നവരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒരു സെലക്ഷൻ, ഈ ഒരു തിരഞ്ഞെടുപ്പ്, ഈശോ ജനിക്കുന്നത് എവിടെയാണ്? നിഷ്കളങ്കരായ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് രക്ഷകൻ വരുന്നു. അതുകൊണ്ട് ഈശോ ആരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വലിയ സത്യം കൂടെ അറിയിക്കുകയാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ എന്ന് ജനിച്ചിരിക്കുന്നു. 11-ാം വാക്യത്തിൽ വിശുദ്ധ ലൂക്ക അതിന് ദൈവശാസ്ത്രം കൂടെ വ്യക്തമാക്കുകയാണ്. ഒന്ന്, ദാവീദിൻ്റെ പട്ടണം ബേത്ലഹേം. ഇന്നത്തെ വായനയിലെ 2ാമത്തെ വായനയിൽ മിഖായുടെ പുസ്തകത്തിൽ ബേത്ലഹേമിനെ കുറിച്ച്, ബേത്ലഹേം എഫാത്ത, യൂദയ ഭവനത്തിൽ നീ ചെറുതെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. മിഖ 5-ാം അധ്യായം 2-ാം വാക്യം. അവൻ കർത്താവിൻ്റെ ശക്തിയോടെ ദൈവത്തിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. അപ്പോൾ ഇടയന്മാരുടെ കിട്ടുന്ന സന്ദേശം ഭാവിയിൽ മേയ്ക്കാനിരിക്കുന്ന ഇടയൻ്റെ സന്ദേശം തന്നെയാണ്. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവനാകയാൽ അവൻ സുരക്ഷിതനായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കുകയും ചെയ്യും. അപ്പോൾ സമാധാന രാജാവ് വരുന്നു എന്നുള്ള പ്രവചനം പൂർത്തിയാവുകയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ഏശയ്യായുടെ പ്രവചനം, അതായത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നുള്ള അമ്മനുവേൽ പ്രവചനം, ഏശയ്യ 7-ാം അധ്യായം 14-ാം വാക്യം. തുടർന്ന് ഈ വലിയ പ്രകാശം, അതേക്കുറിച്ച് 9-ാം അധ്യായത്തിൽ 2 മുതൽ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. ഇരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു, അവർക്ക് വലിയ ആനന്ദം നൽകി. അങ്ങനെ യഥാർത്ഥ പ്രകാശം ലഭിച്ചു. ഈ കർത്താവിൻ്റെ മഹത്വം പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. എന്തെന്നാൽ 6-ാം വാക്യം, യെശയ്യ 9:6, എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും. അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള പ്രവചനം, ഈശോ ജനിക്കുന്നതിന് ഏതാണ്ട് 700-750 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ വലിയ പ്രകാശം, ആ പ്രകാശത്തിൻ്റെ ഒരു തിരുനാളായി ക്രിസ്മസ് മാറിയത് അങ്ങനെയാണ്. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷിക്കുന്നത് രാത്രിയിലാണ്. ധാരാളം നക്ഷത്രങ്ങൾ, കണ്ണു ചിമ്മുന്ന പലതരത്തിലുള്ള നക്ഷത്ര വിളക്കുകൾ, പ്രകാശ ധോരണി, അതെല്ലാം എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ പ്രകാശത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. മാത്രമല്ല, നമ്മളുടെ സുറിയാനി സഭയിൽ ആഘോഷിക്കുന്ന തീ വീഴ്ച കർമ്മം, അതായത് ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ കർമ്മത്തിന്, തിരുപ്പിറവിക്ക് ശേഷം നടക്കുന്ന പ്രദക്ഷിണത്തിന് അവസാനിക്കുമ്പോൾ ദേവാലയ മുറ്റത്ത് ത്രികോണാകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അഗ്നി, അത് അവിടെ പ്രത്യേകം വിളക്ക്, ആ അഗ്നി കത്തിച്ച് അതിൽ കുന്തിരിക്കമിട്ട്
കർത്താവിൻ്റെ വരവിനെ പ്രഘോഷിക്കുന്നു. ഉണ്ണീശോയ്ക്ക് ഒഴിയിൽ നടത്തുന്നു എന്ന അർത്ഥത്തിൽ ഉള്ള കർമ്മമുണ്ട്. ഈ കർമ്മം പാശ്ചാത്യ മിഷണറിമാർ പലതവണ നിരോധിക്കുവാൻ ശ്രമിച്ചെങ്കിലും അത് റോം അംഗീകരിച്ചില്ല. മാത്രമല്ല നമ്മുടെ സഭയിൽ തുടരുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ പ്രകാശം വിതറുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ്. അതിൻ്റെ ഒരു വലിയ അനുഷ്ഠാനമാണ് ഈ തീ അഗ്നിയുടെ ഒരുക്കി അതിൽ നടക്കുന്ന തീയൊഴിച്ച കർമ്മം. ഇതെല്ലാം കർത്താവിൻ്റെ വലിയ പ്രകാശത്തെ സൂചിപ്പിക്കുന്ന തിരുക്കർമ്മമാണ്. ഇതായിരിക്കും നിങ്ങൾക്കടയാളം, പിള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അങ്ങനെ ആ വലിയ അടയാളം അവർ കാണുകയാണ്. ആരാണ് ജനിച്ചിരിക്കുന്നത്? നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അപ്പോൾ ഈശോ രക്ഷകനാണ്, കർത്താവായ മിശിഹായാണ്. ലൂക്കായിൽ മാത്രം കാണുന്ന ഒരു പ്രയോഗമാണ്. കർത്താവ് യാഹ്വേ ദൈവമാണ്. അപ്പോൾ ഈശോ കർത്താവാണ്, ദൈവം അതോണായി ആ കർത്താവ് തന്നെയാണ് എന്ന് പറയുകയാണ്. ഇതാ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷകനാണ്, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ രക്ഷ ആവശ്യമുള്ളവർക്കായി, ലളിതമായി ജീവിക്കുന്ന അധ്വാനനിരതരായ പാവപ്പെട്ടവർ, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് നൽകുന്ന വലിയ പ്രകാശമാണ്. ഇതാണ് അടയാളം, വെള്ളക്കച്ച് കൊണ്ട് പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്ന ശിശു. പെട്ടെന്ന് ഈ തിരുപ്പിറവിയുടെ മഹാസന്ദേശം സ്വർഗത്തിൽ ഉയരുകയാണ്. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14. ഇത് ദൈവികമായ വലിയൊരു പ്രഘോഷണമാണ്, മാലാഹമാരുടെ വലിയ ഗീതമാണ്. സുറിയാനി ബൈബിളിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. നമ്മുടെ ഓരോ കുർബാനയെ ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നതിനപ്പുറത്ത് എല്ലാവർക്കും സമാധാനം നൽകുന്നു. സഭാപിതാവ് മാർ അപ്രയം പറയുന്നത് ഈ വിശുദ്ധ ഗീതം ദൈവത്തിൻ്റെ രക്ഷയുടെ വലിയൊരു ഉദ്ഘോഷണമാണ്. അതായത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് സ്തുതി ഉയർത്തുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ഭൂമിയിൽ സമാധാനം വിരിയുന്നു. അങ്ങനെ ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ ആണ് യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. സ്വന്തം മഹത്വം അന്വേഷിക്കുമ്പോൾ അല്ല, ദൈവിക മഹത്വം അന്വേഷിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോഴാണെന്നുള്ളതാണ്. ആ വലിയ ഗീതം ആദിമസഭയുടെ ഒരു ഗീതമായിട്ടാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഗീതം ഗ്ലോറിയ ഇൻ എക്സെൽസസ് ദൈവോ നമ്മുടെ കുർബാനയിലുണ്ട്. ലാറ്റിൻ കുർബാനയിൽ ഞായറാഴ്ച ഉണ്ട്, മാറനെഴുത്ത കുർബാനയിലുണ്ട്. അങ്ങനെ പല കുർബാന കർമ്മങ്ങളിലും കർമ്മക്രമങ്ങളിലും ഉപയോഗിക്കുന്ന ഗ്ലോറിയ മഹത്വ ഗീതമാണിത്. ദൂതന്മാർ അവരെ വിട്ടുപോയപ്പോൾ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്കും ബേത്ലഹേമിലേക്ക് പോകാം. അപ്പോൾ ആട്ടിടയന്മാരുടെ പ്രതികരണം ഇതാണ്: ഈശോയെ കാണാൻ വേണ്ടി പോവുക. ഈശോയുടെ ജനനം നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. നമുക്കും പോകാം, ബേത്ലഹേമിലേക്ക് പോകാം. അവർ അതിവേഗം പോയി. മറിയം തിടുക്കത്തിൽ പോയി എന്ന് പറയുന്നുണ്ടല്ലോ, ലൂക്ക 1:39. അതിവേഗം പോയി മറിയത്തെയും യോസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പോൾ പല ക്രിയാപദങ്ങൾ ലൂക്ക ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, അതിവേഗം പോയി. രണ്ട്, അവർ ഈശോയെ കണ്ടു, കൺകുളിർക്കെ കണ്ടു. ഈശോയെ മാത്രമല്ല, തിരുക്കുടുംബം ഈശോയോട് ചേർന്ന് പരിശുദ്ധ കന്യാമറിയത്തെയും യോസേപ്പിതാവിനെയും കണ്ടു. മൂന്ന്, അവർ ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അവർ എല്ലാവരെയും അറിയിച്ചു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ 20-ാം വാക്യം, കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഈശോയുടെ സന്നിധിയിൽ പോയി കർത്താവിനെ കണ്ടു, കേട്ട കാര്യങ്ങൾ കേട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ് 7 പ്രാവശ്യം ദൈവസ്തുതികൾ പ്രത്യേകമായിട്ട് പ്രഘോഷിക്കുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കുന്നത് ദേവാലയത്തിലാണല്ലോ, അവസാനിക്കുമ്പോൾ 24:53 അവിടെയും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ കർത്താവിനെ കണ്ട് അതിൽ സന്തോഷ നിർവൃതി അടഞ്ഞ് സായുജ്യം പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു ദിനമാണ് ഈ ക്രിസ്മസ് ദിനം. മാത്രമല്ല, ഇത് നമുക്കെന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈശോ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓരോ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ ദൈവപ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യപ്രകൃതി, മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ഈശോ മനുഷ്യനായി തീർന്ന് എന്തിനു വേണ്ടിയാണ്? പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ച് എന്തിനു വേണ്ടിയാണ്?
ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഗലാത്യ ലേഖനം 3:27 ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ആ ഈശോയുടെ ദൈവപുത്രത്വത്തിലേക്ക് നമ്മളെ അവിടുന്ന് പ്രവേശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും മിശിഹായെ ധരിക്കുകയാണ് മാമോദീസ വഴി. തുടർന്ന് 4-ാം വിശുദ്ധഗ്രന്ഥത്തിലെ മറിയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രതിപാദനങ്ങൾ കാണുകയാണ്. ഗലാത്യ 4:4 കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മളെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ദൈവത്തെ പിതാവേ ആബാപിതാവെന്ന് വിളിക്കുവാനുള്ള പുത്രൻ്റെ ആത്മാവിനെ ഹൃദയത്തിലേക്ക് അയച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥമാക്കുന്ന എന്താണ്? നാമും അകന്നു നിൽക്കേണ്ടവരല്ല. അവിടുത്തെ കണ്ട് അവിടുന്ന് വിശ്വസിച്ച് ആ ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവ് നൽകുന്ന ആ ദൈവപുത്ര സ്ഥാനത്തേക്ക്, ദത്തുപുത്ര സ്ഥാനത്തേക്ക് നാമും ക്ഷണിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നാം എല്ലാവരും. ആ ദൈവപുത്രന്മാരെന്ന നിലയിൽ, ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിപുത്രന്മാരും നിലയ്ക്ക് ഉള്ളൊരു ജീവിതം നയിക്കുവാൻ ഈ തിരുനാൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പുത്രരാണെങ്കിൽ നമുക്ക് അവകാശവുമുണ്ട്. അതുകൊണ്ട് പുത്രൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് അയച്ചിരിക്കുകയാണ്, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ വേണ്ടി. അങ്ങനെ ഈ തിരുപ്പിറവി നമ്മൾക്ക് നഷ്ടപ്പെട്ട നമ്മളുടെ ആ അസ്തിത്വം, ആ ദൈവപുത്രത്വം അതെല്ലാം വീണ്ടെടുക്കുവാൻ, നഷ്ടപ്പെട്ട ആത്മീയ ചൈതന്യം വീണ്ടെടുക്കുവാൻ, മാലാഖമാരുടെ ദൈവത്തെ സ്തുതിക്കുവാൻ, സത്രത്തിൽ ഇടം കണ്ടെത്തി കർത്താവിനെ സ്വീകരിക്കുവാൻ ഒക്കെ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ദിനമാണ്. അതുകൊണ്ട് ഈ ദിനം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ ദിനം, ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് ആചരണം നമുക്കും ലോകം മുഴുവനും സമാധാനവും ശാന്തിയും വിതയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആചരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.